സാമൂഹ്യ മാധ്യമങ്ങളെ പറ്റി നമ്മുടെ മുഖ്യമന്ത്രിയുടെ അഭിപ്രായം എന്തുകൊണ്ടാണ് സാമൂഹ്യ മാധ്യമങ്ങളെ നിയന്ത്രിക്കേണ്ടത്? റിപ്പോർട്ടർ ഇവിടെ വാർത്ത കൂടി ഫേസ്ബുക്കിൽ നിന്ന് റിമൂവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് സർക്കാർ. ഏറെക്കാലം മുമ്പല്ല വി ഡി സതീശൻ AKG സെന്ററിലെ സാമൂഹ്യ മാധ്യമം കൈകാര്യം ചെയ്യുന്ന ഒരാൾക്കെതിരെ ഭീഷണി മുഴക്കി. എല്ലാം കഴിയുമ്പോൾ നിങ്ങൾ അയാളോട് പറഞ്ഞേക്ക് അയാൾക്കെതിരെ ഒരു കാർഡ് വന്നിടുന്നത് ഒറിജിനൽ. ഇപ്പോൾ സതീശന്റെ തന്നെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ MDMA കേസിൽ അറസ്റ്റിൽ. പ്രതികളുടെ സമൂഹമാധ്യമ അക്കൗണ്ടുകൾ പരിശോധിച്ച അന്വേഷണ സംഘം ആദ്യം ഞെട്ടി. ഒരാൾ വി ഡി സതീശന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ. പ്രതികൾ ലഹരിക്കടത്തിനായി രാഷ്ട്രീയ ബന്ധങ്ങളും ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് ലഹരിക്കടത്തുന്ന സംഘത്തിലെ പ്രധാനികളാണ് നിലവിൽ പിടിയിലായിരിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ. ഇക്കാര്യം പുറത്തുവരാൻ പാടില്ല, ശ്രദ്ധിക്കപ്പെടുന്ന വാർത്തയാകാൻ പാടില്ല. മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെട്ടു. പോലീസിന്റെ സൈബർ ഡിവിഷനെ കൊണ്ട് മെറ്റയിൽ ഇടപെടുവിച്ചു. മുഖ്യമന്ത്രി സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ഉൾപ്പെടെയുള്ള 3 കോൺഗ്രസ് പ്രവർത്തകർ പിടിയിലായ വാർത്തയാണ് മെറ്റ റിമൂവ് ചെയ്തിരിക്കുന്നത്. വാർത്തകൾ ഏതൊക്കെ നീക്കം ചെയ്യാൻ മെറ്റയോട് പറയണമെന്ന് വി ഡി സതീശനോട് പോലീസ്. വി ഡി സതീശൻ പോലീസിനോട് 1. ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കണം എന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന വാർത്തയാകാൻ പാടില്ല. 2. ഓണക്കാലത്ത് സപ്ലൈകോ സബ്സിഡി വെട്ടിക്കുറച്ചു എന്ന വാർത്ത വെട്ടണം. 3. കടലിൽ കാണാതായ വിഴിഞ്ഞത്തെ ജോൺ മത്യാസിന്റെ മകൾ ജിജി സർക്കാരിന്റെ നിരുത്തരവാദത്തെ പറ്റി പറയുന്ന ഭാഗം പാടില്ല. 4. TG മോഹൻദാസിനെ തൊടാൻ കേരള പോലീസിന് പേടി എന്ന ക്യാമ്പയിൻ വരാൻ പാടില്ല. ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വാക്കുകൾ പോലും ജനങ്ങൾക്ക് കേൾക്കാൻ അല്ലെങ്കിൽ അവർക്കറിയാൻ വേണ്ടി കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം. ഇത് അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായിട്ടുള്ള ഒരു സാഹചര്യമാണോ? പിന്നൊരു കാര്യം, RSS നേതാവ് TG മോഹൻദാസിന്റെ വീഡിയോ ഒരു കാരണവശാലും നീക്കം ചെയ്യാൻ പാടില്ല. ഇത് പ്രത്യേകം മെറ്റയോട് പറയണം. TG മോഹൻദാസിന്റെ വീഡിയോ ഇപ്പോഴും, ഞാനിത് പറയുമ്പോഴും യൂട്യൂബിലുണ്ട്. കൂട്ട ബലാത്സംഗമായിട്ട് നടക്കും. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ടല്ലോ, പെൺകുട്ടികളുണ്ട്. The day when Rahul Gandhi raised question on Adani, that point of time they start this type of conspiracy. രാഹുൽ ഗാന്ധിയെ കോടതി ശിക്ഷിച്ച ഘട്ടത്തിൽ KC വേണുഗോപാൽ ഇങ്ങനെ പറയുമ്പോൾ അതിലെ ധ്വനി അദാനി കോടതിയെ സ്വാധീനിച്ചു എന്നായിരുന്നു. അതായത് എന്റെ സൂപ്പർ ഗവൺമെന്റ് ആണ്. TG മോഹൻദാസിനെ ജയിലിലേക്ക് അയക്കാതിരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാൻ ഭയക്കുമ്പോഴും അതേ വാക്കുകൾ തന്നെ ആവർത്തിക്കാൻ തോന്നുന്നു. RSS ഇത്ര വലിയ സംഭവമായി കേരളത്തിൽ വളർന്നത് അറിഞ്ഞില്ല. ഇതെന്താ BJP ഭരിക്കുന്ന സംസ്ഥാനമാണ്. 35 സീറ്റ് കിട്ടിയാൽ കേരളം ഭരിക്കുമെന്ന് K. സുരേന്ദ്രൻ എന്ന പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞത് ഓർക്കുന്നു. 35 സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ കേരളം ഭരിക്കും ഞാൻ ഇപ്പോഴും പറയുന്നു. മോദി എങ്ങനെയാണോ ജന്തർ മന്തർ സമരത്തെ നേരിട്ടത്, സമാനമായ വിധത്തിൽ തന്നെയാണ് വി ഡി സതീശൻ കേരളത്തെയും നയിക്കുന്നത്. അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. BJP ആണ് RSSന്റെ രാഷ്ട്രീയ സംഘടന എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചത്. കോൺഗ്രസും ലീഗും RSSന്റെ സ്വന്തം കുഞ്ഞുങ്ങളാണ് എന്ന് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതിന് മാത്രമല്ല, എത്ര ഭീകരമായാണ് ഇവർ കേരളത്തെ പറഞ്ഞു പറ്റിച്ചത്.